ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും അവരവര് ആയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലിരുന്ന് കണ്ണടച്ച് 2 കരങ്ങളും അല്പം ഒന്ന് ഉയർത്തി ദൈവത്തിന്റെ അത്യുദാരമായ അഭിഷേകം നിറയുന്നതിന് വേണ്ടി ഹൃദയപൂർവം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാൻ കഴിയുന്നവരെല്ലാവരും ഇപ്പോൾ സ്തുതിക്കുക. ഇതാ ജനലക്ഷങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഒരേ കൂട്ടായ്മയിൽ, ഒരേ മനസ്സിൽ, ഒരേ ഐക്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. മകനെ, മകളെ, നീ ഒരു രോഗിയായിരിക്കാം, ഒരുപക്ഷെ ക്ഷീണത്തിലിരിക്കുന്ന വ്യക്തിയാകാം, ഒരുപക്ഷെ ഒട്ടും വചനം സ്വീകരിക്കാൻ പറ്റാത്ത വിധം വിശ്വാസം മങ്ങിപ്പോയൊരു വ്യക്തിയായിരിക്കാം, യേശുവേ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത വിധം എല്ലാം ആത്മീയ അപജയം സംഭവിച്ചൊരു വ്യക്തിയാകാം. എങ്കിലും ജനലക്ഷങ്ങൾ ഈ സമയത്ത് ഏക ഹൃദയത്തോടെ യേശു കർത്താവിനെ ആരാധിക്കുമ്പോൾ മകനെ, മകളെ, നീയും കൂട്ടായ്മയോട് ചേരുക. ഇപ്പോൾ അത്ഭുതത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആത്മാവേ, ദൈവവചനത്തിന്റെ ആത്മാവേ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയാൻ ഉണർവ് നൽകുന്ന ആത്മാവേ, വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെ ആത്മാവേ, ദൈവകൃപയുടെ ആത്മാവേ, ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളുടെ മേലും നിറയണമേ, എല്ലാ കുടുംബങ്ങളിലേക്കും നിറയണമേ, എല്ലാ സമൂഹത്തിലേക്കും നിറയണമേ. ആത്മീയ മന്ദത ബാധിച്ചവർ, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവർ, തീഷ്ണത മങ്ങിപ്പോയവർ, വിശ്വാസം കെട്ടുപോയവർ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവേ ഇപ്പോൾ 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 ശക്തിയോടെ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളുടെ ആത്മീയ മണ്ഡലത്തിൽ അവരെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ദുർബോധ ശക്തികളും, എല്ലാ പൈശാചിക പീഡകളും യേശുവിന്റെ നാമം അയച്ച് നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കാൻ പറ്റാത്തവണ്ണം ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന വിപരീത ശക്തികളെ നസറേനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകം ദൈവത്തിന്റെ ഓരോ പൈതലിനെയും എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനങ്ങളും ലംഘിക്കാൻ നിർബന്ധിക്കുന്ന ഒരു അന്തരീക്ഷമാണ് എനിക്കും നിങ്ങൾക്കും ചുറ്റിലും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിന്റെ ഗൗരവം നന്നായിട്ട് അറിയണമെങ്കിൽ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപരീത ആത്മാവിന്റെ പ്രവർത്തനമുള്ള സാഹചര്യങ്ങളെ നാം അപഗ്രഥിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 11, 12, 13 അധ്യായങ്ങളിലുള്ള ചില സംഭവ വികാസങ്ങളാണ്. സോളമന്റെ കാലശേഷം ജെറോബോവാം എന്ന ഒരു ഭൃത്യന് ദൈവം ഇസ്രായേൽ രാജ്യത്തിലെ 12 ഗോത്രങ്ങളിലെ 10 ഗോത്രത്തെ എടുത്തുകൊടുത്തു. അത് അഹിയ എന്ന ഒരു പ്രവാചകൻ മുഖാന്തരമാണ് കർത്താവ് ഈ ദൗത്യം നിർവഹിച്ചത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 29-ാമത്തെ വാക്യം. ഒരു ദിവസം ജെറോബോവാം ജെറൂസലേമിന് പുറത്തു പോകവേ ഷീലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിമ്പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി എടുത്ത് 12 കഷ്ണങ്ങളായി കീറി. അവൻ ജെറോബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സോളമന്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് തരും എന്ന് പറഞ്ഞാൽ, സോളമൻ രാജാവിന്റെ ഒരു നിസ്സാര ഭൃത്യനായിരുന്നു, കേവലം ഒരു ഭൃത്യനായിരുന്നു ജെറോബോവാം.
ഈ ജെറോബോവാം ഒരു നാൾ തലസ്ഥാന നഗരിയെ ജെറുസലേമിൽ നിന്ന് പുറത്തു പോകവേ വെളിമ്പ്രദേശത്ത് എത്തിയപ്പോൾ അവിടെ ഒരു വെളിമ്പ്രദേശത്ത് അഹിയ പ്രവാചകൻ ഇവനെ കാത്തിരിക്കുകയാണ്. ഇവൻ ചെന്നപാടെ അഹിയ പ്രവാചകൻ എഴുന്നേറ്റ് ഇവനോട് പറയുകയാണ്. അഹിയ പ്രവാചകന് മേലുണ്ടായിരുന്ന അങ്കി എടുത്ത് 12 കീറിയിട്ട് 10 കഷ്ണങ്ങൾ എടുത്ത് ഇവന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ 10 ഗോത്രം നിനക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമന്റെ മരണശേഷം അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ ജെറോബോവാം ഇസ്രായേലിലെ 10 ഗോത്രങ്ങളുടെ രാജാവായി ഭരണം നടത്തുകയാണ്. ഈ ജെറോബോവാമിന്റെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ ദൈവത്തോട് വലിയ വിശ്വസ്തതയായിരുന്നെങ്കിലും അവസാന കാലഘട്ടങ്ങൾ വന്നപ്പോൾ ജെറോബോവാമിന്റെ ഹൃദയം ദൈവത്തിൽ നിന്നകന്നു. അവൻ തന്നിഷ്ടക്കാരനായി മാറി, അവൻ താന്തോന്നിയായി മാറി, അവന് മൂഢതയും അന്ധതയും ബാധിച്ച് അവൻ ദൈവിക തീഷ്ണത നഷ്ടപ്പെട്ട് ഒരു ലോകത്താനായി മാറി, ഒരു ജഡത്തിന്റെ മനുഷ്യനായി മാറി. അവന് പ്രാർത്ഥനയും ദൈവിക കാര്യങ്ങളും വിലയില്ലാത്തതുപോലെ തോന്നി. ദൈവവചനം അനുസരിച്ച് നടക്കുന്നത് വലിയ കാര്യമില്ലാത്ത കാര്യമായി അവന് അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ അവന്റെ ഹൃദയം കർത്താവിനെ പരിത്യജിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവൻ ഈ ജനത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ഈ ജനത്തിന് ചേർന്ന വിധം അവൻ ഒരു ബലിപീഠം ഉണ്ടാക്കി, കാളക്കുട്ടികളെ ഉണ്ടാക്കി അവനെ ആരാധിക്കാൻ വേണ്ടി കൊടുത്തയച്ചു. ബേഥേൽ, ദാൻ എന്നീ 2 സ്ഥലങ്ങളിൽ ജനത്തിന് ഇമ്പകരമായ വിധത്തിൽ, ജനത്തിന് സ്വീകാര്യമായ ചില നടപടികൾ അവൻ നടത്തി. അങ്ങനെ ജനത്തിന് ആരാധിക്കാൻ കാളക്കുട്ടികളെ ഉണ്ടാക്കി കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭരണകർത്താവ് എന്ന നിലയിൽ ദൈവത്തോട് വിശ്വസ്ത പുലർത്തേണ്ട ഇവൻ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും യാതൊരു താല്പര്യമില്ലാതെ ഈ ജനത്തിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ഇവന്റെ ശ്രദ്ധ തിരിയുകയാണ്. അവിടെ അഹിയ എന്നൊരു ദൈവദാസനെ കർത്താവ് അയച്ചു. അഹിയ ഇതാ ഈ ബലിപീഠം ഉണ്ടാക്കി, ഭീമാകാരമായ ബലിപീഠത്തിന് മേൽ ഭീമാകാരമായ കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനത്തിന് വേണ്ടി ആരാധിക്കാൻ തുറന്നു കൊടുക്കുന്ന ദിവസം അഹിയ ആ കാളക്കുട്ടിയുടെ അടുത്തേക്ക് കടന്നു ചെന്നു, ആ ബലിപീഠത്തിന് അടുത്തേക്ക് കടന്നു ചെന്നു. അവിടെ ഇസ്രായേൽ രാജാവ് ഉണ്ട്, അവിടെ ജനങ്ങളുണ്ട്. അഹിയ പറഞ്ഞു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ പൂജാരിമാരെ ഈ ബലിപീഠത്തിൽ വെച്ച് ബലിയർപ്പിക്കുന്ന കർത്താവിന്റെ പുരോഹിതൻ ഇവിടെ വരിക തന്നെ ചെയ്യും. ഇത് ഞാൻ കർത്താവിന്റെ വാക്കാണ് നിങ്ങളോട് പറഞ്ഞത് എന്നതിന്റെ അടയാളമായി ഈ ബലിപീഠം പിളർന്ന് അതിന്റെ ചാരം ഇതാ താഴേക്ക് ഊർന്നു വീഴും. ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ബലിപീഠം 2 പിളർന്ന് തൽക്ഷണം ചാരം ഊർന്ന് താഴത്തേക്ക് വീണു. ബലിപീഠത്തിന്റെ സൈഡിൽ ജെറോബോവാം രാജാവ് നിൽക്കുകയാണ്. ഈ ജെറോബോവാം രാജാവ് കുപിതനായി അവൻ കൈ നീട്ടി പറഞ്ഞു, ആരവിടെ? അവനെ ബന്ധിക്കുക. നീട്ടിയ കരം പിൻവലിക്കാൻ പറ്റാതെ വണ്ണം ഇതാ ജെറോബോവാം രാജാവിന്റെ കരങ്ങൾ മടക്കാൻ പറ്റാതെ വരണ്ട് അവൻ രോഗിയായി മാറി. ഈ കൈ മടക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോൾ ജെറോബോവാം രാജാവ് എളിമയോടെ ഈ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവിനോട് അപേക്ഷിക്കുക. അതാണ് 1 രാജാക്കന്മാർ 13-ാം അധ്യായം അതിൽ 6-ാമത്തെ തിരുലിഖിതം. നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക, അവിടുന്ന് എന്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാജാവിന്റെ കരം പഴയപടിയായി. പ്രൈസ് ദി ലോർഡ്. ഉടനെ രാജാവ് ഈ പ്രവാചകനോട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലയോ പ്രവാചക, പ്ലീസ് ദയവ് ചെയ്ത് നീ എന്റെ കൊട്ടാരത്തിലേക്ക് വരണം, നീ സൽക്കാരം സ്വീകരിക്കണം, നിനക്ക് ഞാൻ പാരിതോഷികം തരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജാവ് ഈ പ്രവാചകനോട് പല വിധത്തിലും പ്രലോഭിപ്പിച്ചുവെങ്കിലും ഈ പ്രവാചകൻ പറഞ്ഞു, നിന്റെ കൊട്ടാരത്തിൽ വരികയോ നിന്റെ കയ്യിൽ നിന്നൊരു പച്ചവെള്ളം പോലും ഞാൻ കുടിക്കുകയോ ചെയ്യുകയില്ല. കാരണം എന്റെ ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദേശത്ത് വെച്ച് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യരുതെന്നും വന്ന വഴിയെ മടങ്ങി പോകരുതെന്നും എന്റെ ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ രാജ്യത്തിന്റെ പകുതി തന്നാൽ പോലും ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഒരു 5 പൈസ പോലും വാങ്ങിക്കുകയില്ല എന്ന് പ്രവാചകനായ അഹിയ സധൈര്യം ഈ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതാണ് 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ, 8, 9, 10 വാക്യങ്ങൾ.
നിന്റെ കൊട്ടാരത്തിന്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല. ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവൻ വേറൊരു വഴിക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയാണ് കഥയുടെ പ്രധാനപ്പെട്ട രംഗം. ഈ വിവരങ്ങളും ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് ആ ദേശത്തുണ്ടായിരുന്ന ഒരു വൃദ്ധ പ്രവാചകന്റെ 2 മക്കള് അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ സംഭവവികാസങ്ങൾക്കെല്ലാം ശേഷം വീട്ടിൽ ചെന്നിട്ട് ആ ദേശത്തുള്ള വൃദ്ധ പ്രവാചകനോട് പറഞ്ഞു, കൊട്ടാരത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി, ഇന്നൊരു പ്രവാചകൻ വന്നിരുന്നു. പ്രവാചകൻ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം ഈ വൃദ്ധ പ്രവാചകന്റെ മക്കള് ഈ വൃദ്ധ പ്രവാചകനോട് വിവരിച്ചു കേൾപ്പിച്ചു. ഉടനെ വൃദ്ധ പ്രവാചകൻ വേഗം ഒരു നടപടിക്രമം എടുക്കുകയാണ്. ഈ വൃദ്ധ പ്രവാചകൻ എന്താണ് ചെയ്തതെന്നോ? അതാണ് രാജാക്കന്മാർ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ. അക്കാലത്ത് ബഥേലിൽ ഒരു വൃദ്ധ പ്രവാചകൻ ഉണ്ടായിരുന്നു. അവന്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ച് അവൻ അവരോട് ചോദിച്ചു, ഏത് വഴിക്കാണ് അവൻ പോയത്? യൂദയായിൽ നിന്നുള്ള ദൈവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവന് കാട്ടിക്കൊടുത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ ജീനിയിട്ടു. അവൻ കഴുതപ്പുറത്ത് കയറി ദൈവപുരുഷൻ പോയ വഴിയെ അവൻ യാത്ര തിരിച്ചു. അങ്ങനെ ഈ വൃദ്ധ പ്രവാചകൻ അതിവേഗം പോയി ഈ പാവപ്പെട്ട ആ യുവ പ്രവാചകൻ വിശ്രമിക്കുന്ന സ്ഥലം കണ്ടെത്തി. വൃദ്ധപ്രവാചകൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈ യുവ പ്രവാചകൻ ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ ക്ഷീണിച്ച് തളർന്ന യുവ പ്രവാചകൻ ഒരു ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് കണ്ടെത്തി. ഉടനെ ഈ വൃദ്ധ പ്രവാചകൻ ആ യുവ പ്രവാചകനോട് പറഞ്ഞു, അല്ലയോ പ്രവാചക, നീ ദൈവത്തിന്റെ ഡ്യൂട്ടി നന്നായി നിർവഹിച്ചിട്ടുണ്ട്. നീ ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് രാജാക്കന്മാർ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ. ദൈവപുരുഷൻ ഒരു ഓക്ക് വൃക്ഷത്തിന് ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ടു. അവൻ ചോദിച്ചു, അങ്ങാണോ യൂദയായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ? ഞാൻ തന്നെ. അവൻ പ്രതിവചിച്ചു, അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദൈവപുരുഷനോട് പറഞ്ഞു. അവൻ പ്രതിവചിച്ചു, എനിക്ക് അങ്ങയോടുകൂടെ വരാനോ വീട്ടിൽ കയറാനോ ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴിക്ക് മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വൃദ്ധൻ പറഞ്ഞു, ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാണ്. ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെ ഈ യുവ പ്രവാചകന്റെ മേൽ സമ്മർദ്ദം ഏറുകയാണ്. എന്തിനു വേണ്ടിയുള്ള സമ്മർദ്ദമാണ് ഏറുന്നത്? എന്താണോ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് ചെയ്യാൻ വേണ്ടി തന്നെ നിർബന്ധിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ വെച്ച് ആ രാജാവ് എന്താ നിർബന്ധിച്ചത്? ആ രാജാവ് ഈ പ്രവാചകൻ പറഞ്ഞെങ്ങനെയാണ്, നീ ദയവ് ചെയ്ത് വീട്ടിൽ വന്ന് കൊട്ടാരത്തിൽ വന്ന് നീ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കണം, നീ ഭക്ഷണം കഴിക്കണം. എന്താണോ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് ചെയ്യാൻ നിർബന്ധിക്കുന്ന ലോകത്തെയല്ലേ ഇവിടെ കാണുന്നത്? ആ രാജാവിന് വേറെ എന്തൊക്കെ ഓഫർ കൊടുക്കായിരുന്നു? നിനക്ക് പോകാൻ വേണ്ടി ഞാൻ രഥം ഏർപ്പാടാക്കാം പറയാമായിരുന്നു. നിനക്ക് ഞാനൊരു കൊടയിൽ 2 എസ്കോർട്ടായിട്ട് 2 പേരെ വിട്ടുതരാം പറയാമായിരുന്നു. എന്റെ സൈന്യത്തെ നിന്റെ കൂടെ അയക്കാം പറയാമായിരുന്നു. ഇതൊന്നും പറഞ്ഞില്ല. ദൈവം ചെയ്യരുത് എന്ന് കൽപ്പിച്ചത് എന്താണോ അത് ചെയ്യാൻ വേണ്ടി തന്നെ രാജാവിലൂടെ ദുഷ്ടാത്മാവ് ഈ പ്രവാചകനെ നിർബന്ധിക്കുകയാണ്. പ്രവാചകൻ രാജാവിനോട് എതിർത്ത് അവൻ കൃത്യമായും ദൈവത്തിന്റെ വചനം അനുസരിച്ച് പോന്നു. പിന്നെയാണ് വൃദ്ധ പ്രവാചകൻ. ഈ വൃദ്ധ പ്രവാചകൻ വന്നിട്ട് വായെടുത്ത് ആദ്യം പറഞ്ഞ എന്താണ്? നീ ദയവ് ചെയ്ത് വന്ന് എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. ഈ വൃദ്ധ പ്രവാചകന് സത്യം പറഞ്ഞാൽ ഈ യുവ പ്രവാചകന് അലിവ് തോന്നിയിട്ടുണ്ടാവും. ഈ യുവ പ്രവാചകന് ഒരു പ്രത്യേക ഒരു അഭിമാനം തോന്നിയിട്ടുണ്ടാവും, ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. എന്തുമാകട്ടെ, ഈ അനുകൂലമായിട്ട് പ്രതികൂലമായ മനസ്സാണെങ്കിലും ശരി, എന്താണ് യുവ പ്രവാചകനോട് വൃദ്ധ പ്രവാചകൻ പറയുന്നത്? ദൈവം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുവോ അത് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സത്യം നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മ പ്രേരിതമായി പ്രഖ്യാപിക്കുന്നു. ഈ വിശുദ്ധ ബൈബിളിൽ നാം ചെയ്യരുത് എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ വചനങ്ങളും ലംഘിക്കാൻ ഈ ലോകം എന്നെയും നിങ്ങളെയും നിർബന്ധിക്കും. നിങ്ങൾ പെരുകണം, നിങ്ങൾക്ക് ധാരാളം മക്കൾ ഉണ്ടാകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. അത് ക്രിസ്ത്യാനികളോട് മാത്രമുള്ള കൽപ്പനയല്ല.
യഹൂദന്മാരോട് മാത്രമുള്ള കൽപ്പനയല്ല, സകല ജാതി മതസ്ഥരോടും ഈ ഭൂമിയിൽ മനുഷ്യനായി പറഞ്ഞിരിക്കുന്ന സകല മനുഷ്യർക്കുമുള്ള ദൈവിക നിർദ്ദേശമാണത്. എന്നാൽ ഈ അടുത്ത കാലത്ത് പേപ്പറിൽ നിങ്ങൾ വായിച്ച വാർത്ത എന്താണ്? 2 കുട്ടികളിൽ കൂടുതലായാൽ 10,000 രൂപ വെച്ച് പിഴ അടയ്ക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ, ഒരു നിർദ്ദേശത്തിന്റെ കരട് ഫോം ജനസംഖ്യാ നിയന്ത്രണ കമ്മീഷൻ ഗവൺമെന്റിന് സമർപ്പിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനങ്ങളും നിർബന്ധിക്കാൻ ഈ ലോകം ഓരോ ദൈവ പൈതലിനെയും നിർബന്ധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം വ്യക്തമായി നിരോധിച്ചിരിക്കുന്ന മറ്റൊരു സംഗതിയാണ് മിശ്ര വിവാഹം. മിശ്ര വിവാഹം ചെയ്യരുത്. നിങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ നിങ്ങളുടെ വിശ്വാസത്തിൽപ്പെടാത്ത മറ്റൊരു കുടുംബത്തിലേക്ക് കൊടുക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി കൽപ്പന തന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു. എന്നാൽ ലോകം എന്തിനാണ് നിർബന്ധിക്കുന്നത്? ഈ അടുത്ത നാളുകളിൽ നിങ്ങൾ പേപ്പർ വായിച്ചിട്ടില്ലേ? മിശ്ര വിവാഹ മേള. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനവും ലംഘിക്കാൻ ഈ ലോകം ദൈവമക്കളെ നിർബന്ധിച്ചിരിക്കും. ഈ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനവും ലംഘിക്കാൻ എന്നെയും നിങ്ങളെയും ഈ ലോകം നിർബന്ധിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 1-ാം പ്രമാണ ലംഘനം അരുത് എന്ന് കർത്താവ് നിരോധിക്കുന്നു. എന്നാൽ ചുറ്റും തിരിഞ്ഞ് എവിടെ നോക്കിയാലും 1-ാം പ്രമാണ ലംഘനത്തിന് വേണ്ടിയുള്ള 100 അവസരങ്ങളല്ലേ വാപ്പിളർന്നു നിൽക്കുന്നത്. മദ്യം അരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അരുത് എന്ന് ദൈവവചനത്തിൽ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ അത് നിർബന്ധമായി ചെയ്യാൻ തക്കവണ്ണം ഏത് ഫംഗ്ഷന് പോയാലും ഏത് കാര്യത്തിന് പോയാലും മദ്യത്തിന്റെ അതിപ്രസരം നിങ്ങൾ കാണുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനങ്ങളും ലംഘിക്കാൻ ഈ ലോകം ഓരോ ദൈവ പൈതലിനെയും നിർബന്ധിക്കും. പരീക്ഷണത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന, അന്ത്യം വരെ മുറുകെ പിടിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. അവന് ജീവന്റെ കിരീടം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അവസാനം വരെ എന്റെ വാക്കുകൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. അവന് ഞാൻ ജീവന്റെ കിരീടം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവസാനം വരെയും അവന്റെ വാക്കുകളെ ലംഘിക്കാതെ മുറുകെ പിടിക്കണം. ആദിമ മാതാപിതാക്കന്മാർക്ക് പരദേശിലുണ്ടായ പ്രകോപനം എന്താണ്? ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യം ലംഘിക്കാൻ വേണ്ടിയല്ലേ ഹവ്വായെ നിർബന്ധിച്ചത്? അതേ ആത്മാവ് ഇന്നും പ്രവർത്തന നിരതമാണ്. ദൈവം എന്താണോ അരുത് എന്ന് വിശുദ്ധ ലിഖിതങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് ലംഘിക്കാൻ എന്നെ നിങ്ങളെ നിർബന്ധിക്കും. ഈ ആത്മാവ് ഇന്ന് പ്രവർത്തന നിരതമാണ്. അത് ആരിലൂടെ വേണമെങ്കിലും എന്നെ നിങ്ങളെ നിർബന്ധിക്കാം. ഇതാ ഇവിടെ നോക്കുക, ഒരു വൃദ്ധ പ്രവാചകൻ, ദൈവത്തിന്റെ വഴിയെ നടക്കുന്നവൻ, സീനിയർ, മറ്റുള്ളവർക്ക് മാതൃക കൊടുക്കേണ്ടവൻ, ആ പ്രവാചകനിലൂടെ സ്നേഹത്തിന്റെ രൂപത്തിൽ വന്നില്ലേ? ഒരുപക്ഷെ നിന്റെ അപ്പനായിരിക്കാം നിന്നെ നിർബന്ധിക്കുന്നത്, ഒരുപക്ഷെ നിന്റെ അമ്മയിലൂടെ ആയിരിക്കാം ഈ വിപരീതാത്മാവ് പ്രവർത്തിക്കുന്നത്, ഒരുപക്ഷെ നിന്റെ കൂടപ്പിറപ്പിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ സഭയിലെ സീനിയറിലൂടെ ആയിരിക്കാം. ആരിലൂടെ ആകട്ടെ, എന്റെ മകനെ, എന്റെ മകളെ, ഓ ദൈവ പൈതലെ, ദൈവത്തിന്റെ വഴി വിട്ട് നടക്കാൻ ആര് നിർബന്ധിച്ചാലും യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അത് നിഷേധിക്കണം. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്നാൽ ഒരു സീനിയർ ഇവിടെ നിർബന്ധിച്ചപ്പോൾ ജൂനിയർ പ്രവാചകൻ അതിൽ വീണുപോയി. അവൻ ആ വൃദ്ധ പ്രവാചകനോടുകൂടെ പോയി ഭക്ഷണം കഴിച്ച്, അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വൃദ്ധ പ്രവാചകന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദൈവപുരുഷനെ വിളിച്ചുകൊണ്ടുവന്ന പ്രവാചകന് കർത്താവിന് അരുളപ്പാടുണ്ടായി. അവൻ യൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു, നീ കർത്താവിന്റെ വചനം ശ്രവിച്ചില്ല. കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല. നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് അത് ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരുടെ കൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭക്ഷണത്തിന് ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന ദൈവപുരുഷന് വേണ്ടി കഴുതയ്ക്ക് ജീനിയിട്ടു. മാർഗമധ്യേ ഒരു സിംഹം എതിരെ വന്ന് അവനെ അടിച്ചു കൊന്നു. ജഡത്തിനരികെ സിംഹവും കഴുതയും നിന്നു.
വഴിപോക്കർ നിരത്തിൽ കിടക്കുന്ന ജഡവും അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു. അവർ വൃദ്ധപ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരമറിയിച്ചു. അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ ഇത് കേട്ട് പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന ലംഘിച്ച ദൈവവൃക്ഷം തന്നെ അവൻ. കർത്താവ് അരുളി ചെയ്തതുപോലെ അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അത് അവനെ ചീന്തിക്കളയുകയും ചെയ്തല്ലോ. അവൻ മക്കളോട് പറഞ്ഞു, കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവൻ ചെന്ന് ദൈവപുരുഷന്റെ ജഡം വഴിയിൽ കിടക്കുന്നതും അതിനതിരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു. സിംഹം ജഡം ഭക്ഷിക്കുകയോ കഴുതയെ ആക്രമിക്കുകയോ ചെയ്തില്ല. ദുഃഖാചരണത്തിനും സംസ്കാരത്തിനുമായി വൃദ്ധപ്രവാചകൻ ജഡം കഴുതപ്പുറത്ത് വെച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു. അവൻ തന്റെ സ്വന്തം കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അയ്യോ സഹോദര എന്ന് വിളിച്ച് അവൻ വിലപിച്ചു. ഈ വൃദ്ധപ്രവാചകന് സത്യത്തിൽ ഈ യുവപ്രവാചകന് സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം കല്ലറയിൽ കൊണ്ടുവന്ന് അവനെ സംസ്കരിച്ച് അവനെ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഈ മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് ഈ വൃദ്ധപ്രവാചകൻ പൊട്ടിക്കരഞ്ഞ് ശ്രദ്ധിക്കുക. അയ്യോ പ്രവാചക, അയ്യോ സഹോദര, അയ്യോ സഹോദര, അവൻ പൊട്ടിക്കരയുകയാണ്. ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് എന്താ കാര്യം? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇന്ന് വചനത്തിൽ നിന്ന് നിങ്ങളുടെക്കായി കർത്താവ് ഏൽപ്പിച്ചു തന്നവരെ വ്യതിചലിപ്പിച്ചിട്ട് നാളെ അവരെ തകർച്ചയിൽ നിസ്സഹായമായി അയ്യോ 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 എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് നിങ്ങൾ കർത്താവിന്റെ മക്കളെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കരുത്. നാളെ നിങ്ങൾക്ക് അവനെ സഹായിക്കാൻ പറ്റാത്ത സമയങ്ങളും മണിക്കൂറുകളും വരുമെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രബോധനത്തിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് തന്ന് ഈ കാലഘട്ടത്തിൽ ഉണർന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ അഭിഷേകമായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനം പോലും ലംഘിക്കാതെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. തിരുമുമ്പിൽ ബലിയായി തീരാൻ, തിരുമാംസരക്തമാകാൻ. തിരുമുമ്പിൽ ബലിയായി തീരാൻ, തിരുമാംസരക്തമാകാൻ. ഉരുകുന്ന ഹൃദയങ്ങളോടെ അണയുന്നു അൾത്താരമുന്നിൽ. ഉരുകുന്ന ഹൃദയങ്ങളോടെ അണയുന്നു അൾത്താരമുന്നിൽ. ചെറുതെങ്കിലും ജീവകാണിക്കേ കൃപമാരി തൂകേണമേ. ഒരു പങ്കു നൽകേണമേ. സർവശക്തനായ ദൈവം ദിവ്യ കാരുണ്യ രൂപനായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ആത്മീയ വീര്യം നഷ്ടപ്പെട്ടു പോയ എല്ലാ ദൈവമക്കളുടെ മേലും തന്റെ ആത്മാവിനെ പകർന്ന് അവിടുന്ന് ഇപ്പോൾ ശക്തിപ്പെടുത്തുന്നു. ദുർബലർ ശക്തി പ്രാപിക്കാൻ, ക്ഷീണിച്ചവർ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരാൻ കർത്താവ് തന്റെ ആത്മാവിനെ പകരുന്ന നിമിഷമാണിത്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ വിളിക്കുക. ഇതാ ജീവിക്കുന്ന കർത്താവ് നിലനിൽപ്പിന്റെ അഭിഷേകം ദൈവമക്കളുടെ മേൽ പകരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, എഴുതപ്പെട്ട വചനങ്ങളിൽ ഒന്നുപോലും ലംഘിക്കാതെ ജീവിക്കാൻ തക്കവണ്ണം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ ഞങ്ങളുടെ എല്ലാ മക്കളുടെ മേലും അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ അഗ്നിയെ അവിടുന്ന് ഇപ്പോൾ സമൃദ്ധമായി വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അൾത്താര മുന്നിൽ ചെറുവെങ്കി